സ്കൂളിൽ പോയില്ലേ? ഇല്ല അപ്പൂപ്പന് ഒന്നും അറിയത്തില്ല. ഇന്ന് സൺഡേ അല്ലേ അപ്പൂപ്പ? മോക്കെല്ലാം അറിയാമല്ലോ. അച്ഛാ വാ. ഓമനക്ക് എങ്ങനുണ്ട്? ആ മരുന്നിന്റെ പച്ചയിൽ അങ്ങ് പോകുന്നു. ഓ അത് ശരി. അമ്മൂന് പരീക്ഷയാ. ഇല്ലായിരുന്നെങ്കിൽ 2 ദിവസം വന്ന് നിൽക്കായിരുന്നു. സാരമില്ല മോളെ. നിങ്ങൾ അകത്തോട്ട് കയറിയിരിക്കും, ചായ എടുക്കാം. ഇല്ല ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ് തിരിച്ച്. ശരി. അമ്മയുടെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞതൊക്കെ വയറിലെ നീര് കുറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. നീര് മാറുന്നതിനുള്ള ഗുളിക വാങ്ങിക്കാനായിട്ടാണ് ഞാനിപ്പം ഇറങ്ങിയത് തന്നെ. എത്ര കാലമായിട്ട് ചികിത്സിക്കുവല്ലേ, എത്ര പൈസ ചെലവായി കാണും. എത്ര പൈസ ആയാലും വീട് വിറ്റായാലും അവളെ ഞാൻ അസുഖം മാറ്റിയെടുക്കും. മോൻ വല്ലതും അയച്ചു തരുമോ? മോൻ അവനും കുടുംബവും ഭാര്യയും ഒക്കെ ഇല്ലേ? എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞവർക്ക് പൈസ അയക്കാൻ കഴിയുമോ? നമുക്ക് തന്നെ നോക്കാം. ശരിയാ. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ഡി അത് എടുത്ത് കഴിക്കുക. എത്ര നേരമായിട്ട് വെച്ചിരിക്കുക. അച്ഛാ ഹോസ്പിറ്റൽ ചെലവിനുള്ള കാശൊക്കെ എങ്ങനെയാണ്? കുറച്ച് പൈസ സംഘത്തിൽ നിന്ന് തണ്ടിടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ആവശ്യത്തിന് ചെലവ് കറക്റ്റ് ആവും. ബാക്കിയുള്ളത് നമുക്ക് അപ്പോഴും നോക്കാം. ഇത്രയും സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ കാശില്ല. സാരമില്ല മോളെ. ഏട്ടൻ 1 രൂപ പോലും എനിക്ക് തരാറില്ല. അതാ. അല്ല അവനിപ്പം നല്ല കാര്യം, നല്ല രീതിയിൽ നിന്നെ നോക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ? നേരത്തെ നീ എന്നോട് പറഞ്ഞിരുന്നു ജോലി കിട്ടിയതിന് ശേഷം മതി കല്യാണമെന്നല്ല. ഞാൻ അന്നത് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അച്ഛാ കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എന്തെങ്കിലും ചായ കുടിച്ചിട്ട് ഞാൻ പോകുന്നു. ഞാനിതാ ഓട്ടോ യാതാ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ തിരിച്ചങ്ങ് പോവുകയാണ്. എന്നാലും അച്ഛാ കുഴപ്പമില്ല മോളെ, ഞാനെന്നാ പോട്ടെ. അച്ഛൻ്റെ ആരോഗ്യം സൂക്ഷിക്കണേ. അച്ഛാ ഇന്നിവിടെ അപ്പൂപ്പൻ വന്നിരുന്നു. ഒരു ദോഷം വെറുതെ വന്നാണോ അതോ? അതാ ഓമനക്കേ മരുന്ന് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇതിലേ ഒന്ന് കയറിയതാ. പാവം, എത്ര കാലമായിട്ട് ഈ മരുന്നും ആശുപത്രിയായിട്ട് എത്ര പൈസ ചെലവായി കാണും. അച്ഛാ നമുക്ക് അപ്പൂപ്പന് കുറച്ച് പൈസ കൊടുത്താലോ? അപ്പൂപ്പനൊരു മോനില്ലേ, എൻ്റെ മാമൻ, അവൻ കൊടുത്തോളൂ. അങ്ങനെ ചുമ്മാ കൊടുക്കാനൊന്നും അച്ഛൻ്റെ പൈസ ഇല്ല. അല്ല അപ്പൂപ്പൻ പൈസ വെച്ച് വന്നാണോ? അച്ഛൻ ഇതുവഴി പോയപ്പോ എന്നോട് ചോദിച്ചില്ല. പറ മോളെ, അപ്പൂപ്പൻ പൈസ വെച്ച് വന്നാണോ? പറ. എനിക്കറിയത്തില്ല. ഇനി അപ്പൂപ്പൻ പൈസ ചോദിച്ചാൽ മോള് പറയണം അച്ഛൻ്റെ പൈസയൊന്നുമില്ല. അച്ഛനിങ്ങനെ പൈസ കൊടുത്തിട്ട് സ്നേഹം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. കേട്ടോ? നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അതനുസരിച്ച് അങ്ങ് നിൽക്കണം. അല്ല എന്തുവാ? അമ്മ അതിന് അച്ഛൻ പൈസ ചോദിച്ചിട്ടല്ലല്ലോ വന്നത്. അമ്മ ഉണ്ടായിരുന്നല്ല ആ സമയത്ത് ഇവിടെ. അതിന് ഞാൻ അങ്ങ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുക്കളയിലോട്ട് പോയില്ലയോ? അമ്മ അടുക്കള പോയ ശേഷം അച്ഛൻ പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ചോദിച്ച വേഗം എടുത്തു കൊടുക്കുന്ന ആൾക്കാരാണല്ലോ ഇവിടെ. നിന്റെ കാര്യം നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സംബന്ധ വീട്ടിലെ കാര്യം കൂടെ അവന് നോക്കേണ്ട കാര്യമൊന്നുമില്ല.
എടി കൊച്ചിൻ്റെ ഫീസിൻ്റെ സമയമായോ? ആ ആയി. സ്കൂൾ ഫീസിൻ്റെ മാത്രമല്ല ട്യൂഷൻ ഫീസും ആയി. വാനിൻ്റെ അതും ആയി കൊടുക്കണം. നീ പിന്നെ ഇതൊന്നും തന്നെ ഓർപ്പിക്കാത്ത? ഇതിപ്പോൾ എല്ലാ മാസവും കൊടുക്കുന്നതല്ലേ, ഇതിപ്പോൾ എന്താ അത്ര ഉറപ്പിക്കാനായിട്ട്? നിനക്കെന്താ ഇത്ര ദേഷ്യം? എൻ്റെ വീട്ടിൽ പൈസ കൊടുക്കാത്തതിൻ്റെയാണോ? ഏട്ടാ പൈസയുടെ കാര്യത്തിൽ ഏട്ടനെ ഉറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യണമല്ലേ. പിന്നെ വീട്ടുകാരിൻ്റെ ഇടയ്ക്ക് വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി. ഇന്ന് വരെ നടക്കാത്ത കാര്യം നാളെ മുതൽ നടക്കുന്നു ഞാൻ കരുതുന്നില്ല. ഇവിടെ സ്വന്തം മോൻ 10 പൈസ കൊടുക്കുന്നില്ല, അപ്പോഴാണോ മരുമോൻ കൊടുക്കണമെന്ന് പറയുന്നത്? എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. ഫീസ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കും. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, നാളെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങല്. എന്നിട്ട് ബില്ല് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, പൈസ ഞാൻ അയച്ചു തരാം. അമ്മോ ഉറങ്ങാൻ വാ. അരവിന്ദേട്ടാ 2256.80. ആ ചെയ്തേ. ശരി. കൂടി അശു ഞാൻ ബില്ല് ചെയ്തു, നീ എവിടെ കൊണ്ടുവച്ചേ? പ്ലീസ് അമ്മ. ഇല്ല ചേച്ചി കുഴപ്പമില്ല, പിന്നെ വരുമ്പോ അല്ല കുഴപ്പമില്ല, ഞാനത് മോളവിടെ കൊണ്ടാക്കി. അച്ഛൻ വരുമ്പോ കൊണ്ടുവരാൻ പറയാം. ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ അല്ലേ, കുഴപ്പമില്ല, മോളെടുത്തോ, പിന്നെ വരുമ്പോ തന്നെ. താങ്ക് യു ആൻറ്റി. എന്ത് പണിയെ കാണിച്ചാമ്പോ? ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കാശില്ല പിന്നെ എടുക്കാന്ന്. മറന്നുപോയാലോ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. അത് അച്ഛൻ കൊടുത്തോളൂ അമ്മേ. അച്ഛൻ കൊടുത്തോളൂ. എൻ്റെ കാശില്ല, അവൻ നാണം കിട്ടില്ല ഇപ്പൊ കടക്കാരുടെ മുമ്പിൽ. അല്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അമ്പല്ലേ? ആ അല്ല 100 രാവിലെ ചേച്ചി ഒരു 50 രൂപ കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 അയച്ച. എന്തിന്? മോൾ എന്തോ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ഞാൻ മറന്നുപോയി. ആ അയച്ചിട്ടുണ്ട്. ശരി. അമ്മോ അമ്മോ എന്താ അച്ഛാ? നീ വന്നേ. നീ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നോ? അമ്മു ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് അതിന് നീ പൈസ കൊടുത്തോ? എന്തോ കൊച്ചിനോട് ഒരു ക്രോസ് വിസ്താരം? ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. ആ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് ഐസ്ക്രീം കടത്തിലാണ് വാങ്ങിച്ചോണ്ട് വന്നത്. ഞാനിന്ന് ബ്രെഡ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവരെന്നോട് ഈ കാര്യം പറയുന്നത്. ആ ക്യാഷർ പെണ്ണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താ സീത ഇത്? സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുന്നേ? നാണം കെട്ട പരിപാടിയായി ഇപ്പോഴല്ലോ. ഇവൾക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? വേറെ അഹങ്കാരം. പൈസയുടെ കുറവ്. പൈസയുടെ കുറവോ? ആ
കൊള്ളാലോ. ഒരു രൂപ പോലും കയ്യിലില്ലാത്തതിൻ്റെ കുറവ്. നിങ്ങൾ പറഞ്ഞല്ലോ തൊലി ഉരിഞ്ഞു പോയെന്ന്. ആ കടക്കാരുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞു പോയത് എൻ്റെയാ. എൻ്റെ കൊച്ചൊരു ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ. നിനക്ക് വേണ്ട പൈസ ഞാൻ അയച്ചു തന്നില്ലായിരുന്നോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം കൃത്യമായിട്ട് അയച്ചു തരും. സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, വാൻ ഫീസ്, കടയുടെ ബില്ല് എല്ലാം കൃത്യമായിട്ട് തന്നെ അയച്ചു തരും. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഒരു 10 രൂപ നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഏട്ടൻ? അതുകൊള്ള ഇവിടെ ചോറും കറിയും വെച്ചിരിക്കുന്ന നിന്റെ കയ്യിൽ എന്നാത്തിനാ പൈസ? അമ്മ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? പിന്നെ എന്തിനാ എല്ലാ മാസം പെൻഷൻ വരുമ്പോ ബാങ്കിൽ പോയിട്ട് കാശ് എടുത്തോണ്ട് വരുന്നേ? അപ്പൊ പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ നീ തരുവോ? അതുപോലെ എനിക്കുള്ളി അമ്മ ആവശ്യങ്ങള്. എനിക്ക് ആരാ തരാനുള്ളേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ പോരെ? ഞാൻ നിനക്ക് അയച്ചു തരത്തില്ലേ പൈസ? ആ, കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു തന്നാ അതിനനുസരിച്ച് ഒരു കാശ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാണ്ട് എനിക്ക് അയച്ചു തരും അല്ലേ? അത് മാത്രമാണോ എൻ്റെ ആവശ്യം? ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ബസ് കൂലി കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. അമ്മ കിടപ്പിലാവാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഒരു രൂപ പോലും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനില്ല. എന്തിന്? ഇന്ന് മോൾ ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കാശ് പോലും കൊടുക്കാനായിട്ട് ഞാൻ നാണം കെട്ട് നിൽക്കുമായിരുന്നു. അറിയോ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അത് എൻ്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് മാത്രമാണോ ഏട്ടാ? കണ്ടറിഞ്ഞ് തന്നൂടെ? ഞാൻ എത്ര നാളുകൊണ്ട് പറയും ഞാൻ ഒരു ജോലിക്ക് പോട്ടെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? നിനക്കിപ്പോ ജോലിക്ക് പോകേണ്ട കാര്യം എന്തുവാ? ആഹാ, പിന്നെ എന്തിനാണ് അമ്മ മോളെ പിടിച്ചു നിർത്തിയിട്ട് എന്നും നന്നായിട്ട് പഠിക്കണം, വലുതായി കഴിഞ്ഞാൽ ജോലിക്ക് പോകണം, ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാ? വരുന്നവരോട് പോകുന്നവരോടൊക്കെ പറയുന്നുണ്ടല്ലോ എനിക്കൊരു ജോലി ഉണ്ടായതുകൊണ്ടാ ഇത്രയും കാലം നന്നായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന്. അതൊക്കെ എന്തിനാ അമ്മ? അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? ഒന്ന് പറ. എടി നീ ജോലിക്ക് പോയാൽ പിന്നെ ഇവിടത്തെ കാര്യം ആര് നോക്കും? ഞാൻ ജോലിക്ക് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടക്കും ഏട്ടാ. അതൊന്നും നടക്കത്തില്ല. നീ ചുമ്മാ ഇരിക്കേ സീതേ. എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. നിങ്ങൾ സമ്മതിക്കണം അതിന്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എന്റെ വാക്കിനെ ധിക്കരിച്ച് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോ. പ്ലീസ് ഒന്ന് സമ്മതിക്കേ. നിന്റെ ധാരാളിത്തത്തിന് പൈസ തരാത്തോണ്ടുള്ള ഹുങ്കല്ലേ നീ കാണിക്കുന്നേ? കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വഴക്കാളികള്, ധാരാളിത്തം. ഇതിപ്പോ അമ്മയുടെ മോളാണെങ്കിലോ അത് ആവശ്യം. മരുമോളായതുകൊണ്ടല്ലേ ഇപ്പൊ അനാവശ്യമായത്? ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കും പ്ലീസ്. ഏട്ടാ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. പ്ലീസ് അമ്മ പറയുന്ന ഒന്ന് മനസ്സിലാക്കാം. അമ്മെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എനിക്കൊന്നും അറിയത്തില്ല. എടി നീ വിചാരിക്കുന്ന പോലെ ഒരു മൂരാച്ചി ഭർത്താവൊന്നും അല്ല ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യം അതാണ്. അനാവശ്യമായി 1 രൂപ പോലും അമ്മ ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ രൂപയുടെ വില എന്താണെന്ന് എനിക്കറിയാം. 1 രൂപയുടെ വിലയൊക്കെ അറിയാമല്ലോ ഏട്ടന്. അപ്പം ആ 1 രൂപ കയ്യിലില്ലാത്ത എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കിക്കൂടെ? ഓ, മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയ ആളല്ലേ. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാൻ? നീ ഇത്രയൊക്കെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. നിത്യവൃത്തിക്ക് വകയില്ലാതെ പഠിക്കാൻ വേണ്ടി സർക്കാർ സ്കൂളിൽ ഞാൻ പൊക്കോണ്ടിരുന്നതന്നെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 3 നേരം കഞ്ഞിയും കുടിച്ചൊരു മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതിയെന്ന് അല്ലേ? അയ്യോ, ഇവിടെ കഞ്ഞിയല്ലല്ലോ, ഇവിടെ നല്ല ഫുഡല്ലേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് പരാതിയൊന്നുമില്ല അല്ലേ? നിനക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തൽക്കാലം നീ ജോലിക്ക് പോകുന്നില്ല. ഞാൻ ജോലിക്ക് പോകണ്ട. അതെ, നീ ജോലിക്ക് പോകണ്ട, അത്ര തന്നെ.
നിശീതേ ചേട്ടാ കാർഡ് വെച്ചിട്ട് നിനക്ക് ആവശ്യമുള്ള പൈസ എനിക്കിതൊന്നും വേണ്ട ഏട്ടാ. എന്നെ ഏട്ടനൊരു ജോലിക്ക് പോകാൻ അനുവദിച്ചാൽ മതി. ഇത് പിന്നത്തെ കാര്യമല്ലേ? ഇപ്പം നിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. നീ ആവശ്യമുള്ള പൈസ എടുത്തോ, ഞാൻ കണക്കൊന്നും ചോദിക്കത്തില്ല. എനിക്ക് വേണ്ട ഏട്ടാ, എൻ്റെ ആവശ്യങ്ങൾ ഇതുകൊണ്ടൊന്നും തീരില്ല. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്കും അമ്മയ്ക്കൊക്കെ എൻ്റെ ധാരാളിത്തവും അനാവശ്യ ചെലവായിട്ടൊക്കെ തോന്നും. അതിനേക്കാൾ എത്രയോ നല്ലതാ എനിക്കൊരു ജോലി കിട്ടി എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിവർത്തിക്കുന്നത്. വെറുതെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എടീ ഇതിപ്പം നീ വെച്ചോ, ഇതിൻ്റെ അകത്തോ ആവശ്യമുള്ള പൈസ എടുക്ക്, എന്നിട്ട് നീ അമ്മയ്ക്ക് കൊടുക്ക്. എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല. വേണ്ട ഏട്ടാ. പറയട്ടെ, നിനക്കിതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ? നിനക്ക് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി. സത്യമായിട്ട് പറഞ്ഞാണോ? മതിയടി.